കേസ് പറഞ്ഞത് ഈ ബോച്ചയ്ക്ക് മാത്രം സ്വന്തമാ. ഇപ്പൊ എങ്ങനെയുണ്ട് മൊട്ടെ? ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ന്യൂസ് 18 റിപ്പോർട്ടർ ആയിരുന്നു. വേറെ എല്ലാവർക്കും ആ ന്യൂസിന്റെ അതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡിലായിരുന്നു അവരൊക്കെ അവതരിപ്പിച്ചിരുന്നത്. ഇവർക്ക് അതല്ല, ഇവർക്ക് തന്നെ തുള്ളിച്ചാടായിരുന്നു. PG ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ അടക്കം 3 മാധ്യമ പ്രവർത്തകർക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. തിരുവനന്തപുരം ജില്ലാ ശിശു സമിതി DGPക്ക് നൽകിയ പരാതി ഈ പോലീസ് ആസ്ഥാനം നേരെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും അവിടെ വെച്ച ഇത്തരത്തിൽ FIR രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അടുത്തിടെ സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ ഒരു ഒപ്പനയിൽ പങ്കെടുക്കാനെത്തിയ ഒരു സ്കൂൾ കുട്ടിക്ക് നേരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത്. ആദ്യം ഇതിൽ 3 പേരാണ് പ്രതിയെടുത്തിരിക്കുന്നത്. ഒന്നാം പ്രതി കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറാണ്, 2ാം പ്രതി റിപ്പോർട്ടർ ഷാബാസ് ആണ്, 3ാം പ്രതി കണ്ടാൽ അറിയാവുന്ന മറ്റൊരു റിപ്പോർട്ടർ. ഇവർ 3 പേരുമാണ് ഈ കേസിൽ പ്രതിയെടുത്തിരിക്കുന്നത്. ആ കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു സ്കൂൾ ടീം എത്തുന്നു. ഈ സ്കൂൾ ടീമിലെ ഒരു കുട്ടിയോട് ദ്വയാർത്ഥം കലർന്ന രീതിയിൽ റിപ്പോർട്ടർ ഷഹബാസ് പെരുമാറുന്നു. അത് വീഡിയോ ചിത്രീകരിക്കുന്നു. ഇതിനുശേഷം മാത്രമല്ല ഈ പെൺകുട്ടിയടക്കം ചേർത്തുകൊണ്ട് പ്രത്യേകം റീൽ തയ്യാറാക്കി അത് സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ ഉൾപ്പെട്ട സംഘം മോർണിംഗ് ഷോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നു. ഈ ചർച്ചയ്ക്കിടയിലും ഈ പെൺകുട്ടിയെ പറ്റി മോശമായ രീതിയിൽ സംസാരിക്കുന്നു, ദ്വയാർത്ഥ പ്രയോഗം സംസാരിക്കുന്നു. ഇത് വലിയ വിവാദമാവുകയും ബാലവശ കമ്മീഷൻ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലാ ശിശു സമിതി DGPക്ക് ഈ റിപ്പോർട്ടർ ചാനലിനും അധികൃതർക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട പരാതി നൽകുന്നതും ഈ പരാതിയിലാണ് ഇപ്പോൾ കന്റോൺ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. PG ശരി, സലാം ഹൈദ്രോസാണ് വിശദാംശങ്ങൾ നൽകിയത്. കലോത്സവത്തിൽ എണ്ണം പറഞ്ഞ എത്രയോ നല്ല റിപ്പോർട്ടുകൾ എത്രയോ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഓരോ റിപ്പോർട്ടർമാരുടെയും ക്യാമറമാരുടെയും ഒക്കെ കരവിരുതും കലാബോധവും ഒക്കെ തെളിയിക്കുന്ന ഒരിടമാണ്. പക്ഷെ അവിടെ ഒരിക്കലും ഇങ്ങനെയൊരു കൃത്യത്തിന് കാരണമാകരുതായിരുന്നു എന്നതാണ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. കേസ് പറഞ്ഞത് ഈ ബോച്ചയ്ക്ക് മാത്രം സ്വന്തമാ. ഇപ്പൊ എങ്ങനെയുണ്ട് മൊട്ടെ? അങ്ങനെ ഓരോരുത്തർക്കും, നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ആഘോഷം ആവേശമൊക്കെ കൂടുതലായിരുന്നു. നിങ്ങൾക്കൊന്നും ഇത് വരൂലായിരുന്നു കുത്തിരിക്കാനും വേലി. അതായത് റോട്ടും കൂടെ പോണ സാധനം തോളിൽ കിടക്കണ പോലെയാണ് ഇപ്പൊ കേസുകളൊക്കെ. മനസ്സിലാണ്ടോ? പോസ്കോ കേസ് എന്നൊക്കെ പറഞ്ഞാൽ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? ഒരു പെണ്ണിനെ ശരിക്കും പീഡിപ്പിക്കണമായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട, നോക്കിയാലും പറഞ്ഞാലും ഒക്കെ പോസ്കോ വരും. ആ മനസ്സിലായിക്കോ. അപ്പൊ മൊട്ടെ ഉറങ്ങണ ഉറക്കത്തിൽ മൊട്ടെ നീ കരുതിയിട്ടില്ല എനിക്ക് കേസ് വരുന്നുള്ളത്. ബോച്ചേനെ കുറച്ച് ദിവസം ജയിലിൽ ഇട്ടപ്പോ ഇങ്ങനെ തുള്ളിച്ചാടായിരുന്നു ഇയ്യോ എന്റെ ടീമും. പെണ്ണുങ്ങളെ സംരക്ഷിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ എന്തായി? ബോച്ചേക്കുള്ളത് ഒരു എന്താ പറയാ ചെറിയൊരു കേസാണ്. പക്ഷെ എനിക്ക് വന്നൊരു പോസ്കോ ആണ്. ആ കേസിന്റെ ഗൗരവം എനിക്ക് അറിയോ? എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വരും, എത്ര പൈസ കൊടുക്കേണ്ടി വരും. നല്ല പണിയാണ്. പോസ്കോ കേസ് ഊറണെങ്കിൽ പോസ്കോ ചുരുങ്ങിയത് 3 കൊല്ലം 4 കൊല്ലമൊക്കെ ജയിലിൽ കിടക്കും. ഇനി നടന്നോട് കോംപ്രമൈസിന്. ബോച്ചേനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തേമ്പിട്ട് ഇങ്ങനെ ആരെയും ഇനി അറിയോ? ഇപ്പൊ എന്തായി? കേസ് വന്നില്ലേ? അതാ പറഞ്ഞത്, അപ്പനെ കുത്തിയ കടു അമ്മനെയും കുത്തും. പൊട്ടനെ ബിരുദൻ ചതിച്ചാൽ ബിരുദനെ വാസപ്പടി ചതിക്കുന്ന പറയും, അല്ലെങ്കിൽ ഉമ്മൽപ്പടി എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. എങ്ങനെയുണ്ട് മൊട്ടെ? റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ. അതേമാതിരി ന്യൂസ് 18 കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്കായിരുന്നു ഭയങ്കര ആഘോഷം. ഇവർക്കായിരുന്നു ബോച്ചേനെ ഉള്ളിലിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ന്യൂസ് 18 റിപ്പോർട്ടർ ആയിരുന്നു. വേറെ എല്ലാവർക്കും ആ ന്യൂസിന്റെ അതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡിലായിരുന്നു അവരൊക്കെ അവതരിപ്പിച്ചിരുന്നത്. ഇവർക്ക് അതല്ല, ഇവർക്ക് തന്നെ തുള്ളിച്ചാടായിരുന്നു.